നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കങ്ങനെ തോന്നുന്നില്ല. അച്ഛന് ഗോപാൽജിയെ ഇഷ്ടമല്ലായിരുന്നു. അത് അയാൾ ചെയ്യുന്ന പല തെറ്റുകളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ വിഷമം കാരണമായിരുന്നു എന്ന് കരുതി അച്ഛൻ ഒരിക്കലും നിരപരാധിയായ ഒരാളെ കേസിൽ കൊടുക്കില്ല. പിന്നെ ഹോട്ടലിൽ വെച്ച് നടന്നതും നമ്മൾ കണ്ടതല്ലേ. മുറിയുടെ അകത്ത് നടന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അറിയില്ല. അതിനെക്കുറിച്ച് ഹരിത തന്നെ പറയുമ്പോ നമ്മൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഒരു പെൺകുട്ടി സ്വയം തരം താഴ്ത്തുന്ന തരത്തിൽ ഇങ്ങനെ ഒരു നുണ പറയുവോ? ജോലിക്ക് വേണ്ടി ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഹരിതയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹരിത എന്നോട് കാര്യങ്ങൾ പറയുമ്പോ ഞാൻ അവളെ തന്നെ ശ്രദ്ധിക്കായിരുന്നു. അവള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ആരോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അത് ചിലപ്പോ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു പോലീസുകാരിയോട് അവരുടെ അച്ഛനെ ചതച്ച കഥ പറയുമ്പോ ഉണ്ടാവുന്ന ഒരു പേടിയായിക്കൂടെ? സഞ്ജയ് അവളെ ഭീഷണിപ്പെടുത്തിയെന്നാണോ ചേച്ചി വിശ്വസിക്കുന്നത്? എനിക്കറിയില്ല. പക്ഷേ ഈ കല്യാണാലോചന നടത്തുമ്പോ തന്നെ ഹരിതയ്ക്ക് വന്ന് സത്യം പറയാൻ തോന്നിയതിൽ ഒരു ദുരൂഹതയില്ലേ? സഞ്ജയുടെ കല്യാണം മുടങ്ങിയത് അവൾ അറിഞ്ഞെങ്കിലോ? അവൾക്ക് കുറ്റബോധം കൂടിക്കാണും. ഹരിതയെ ഭീഷണിപ്പെടുത്തി ചേച്ചിയുടെ അടുത്ത് വിടാനും മാത്രം സഞ്ജയ്ക്കോ ഗോപാൽജിക്കോ ഈ കല്യാണം നടത്തിയെടുത്തിട്ട് എന്താ ഇത്ര ആവശ്യം? ഒന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മൾ ആലോചിച്ചു കൂട്ടുന്നാണെങ്കിലോ? അച്ഛന് സഞ്ജയുടെ കാര്യത്തിൽ ശരിക്കും തെറ്റുപറ്റിയെങ്കിലോ? ചേച്ചിയുടെ പ്രായമല്ലേ ഹരിതയ്ക്കുള്ളൂ. അങ്ങനെ ഒരു പെൺകുട്ടി സഞ്ജയ് അവളെ ഉപദ്രവിച്ചെന്ന് കരഞ്ഞു പറഞ്ഞ അച്ഛൻ വേറെ ഒന്നും നോക്കാതെ കേസെടുക്കില്ലേ? അവൾക്ക് ഇങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നെന്ന് അച്ഛന് മനസ്സിലായി കാണില്ല. നീ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ അച്ഛനും ഞാനും ചെയ്തത് വലിയ തെറ്റാ. ഒരു നിരപരാധിയാ ഞങ്ങൾ നാട്ടുകാർക്ക് മുമ്പിൽ കുറ്റക്കാരനാക്കിയത്. പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് ഞാനോ അച്ഛനോ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. സഞ്ജയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് പോലും അറിയാതെയാ ചേച്ചി ഈ തീരുമാനത്തിലെത്തിയത്. അത് ശരിയാണോ? ഹരിത സംസാരിച്ചതോടുകൂടി മഞ്ജുവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള പ്രതിച്ഛായ മാറിക്കാണും. അങ്ങനൊന്നും പ്രതീക്ഷിക്കണ്ട മോനെ. അവക്ക് നിന്നെക്കുറിച്ചൊരു സംശയം വന്നുകൊണ്ടാവും. ഹരിത തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മാധവൻ കേസെടുത്ത് നിന്റെ പേര് നശിപ്പിച്ചതെന്നൊരു കുറ്റബോധം അവക്കുണ്ടായാൽ രക്ഷപ്പെട്ടു. പക്ഷെ മാധവന്റെ കഴിവിനെ മഞ്ജു സംശയിക്കത്തില്ല. അല്ല, ഇതൊക്കെ നമ്മുടെ ഒരു ഊഹങ്ങളല്ലേ. മഞ്ജു എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അത് നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. മഞ്ജുവിന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ നീക്കങ്ങളും നമ്മളെ അറിയിക്കാൻ അവിടെ നമ്മുടെ ഒരാൾ വേണം. അങ്ങനെ ആരാ അവിടെ ഉള്ളത്? എല്ലാവരും മഞ്ജുവിന്റെ കുടുംബക്കാരല്ലേ? കാശിനു വേണ്ടി സ്വന്തക്കാരെ ഒറ്റിക്കൊടുക്കുന്നവർ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. ആ വീട്ടിലെ ആരും മഞ്ജുവിനെതിരെ ചാരപ്പണിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം. എനിക്കൊരാളെ കണ്ടാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവും. ആ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. ആരത്? ഗോപാൽജി. ആ വാ. നമസ്കാരം. ആന്റി ഇരിക്കെ. ഞാൻ വിളിച്ചപ്പോ ശോഭന വരാന്ന് പറഞ്ഞെങ്കിലും വരില്ലെന്നാ ഞാൻ കരുതിയത്. അയ്യോ, ഗോപാൽജി അപമാനിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വന്നത് തന്നെ ഗോപാൽജിയോടും സഞ്ജയോടും മാപ്പ് ചോദിക്കാൻ വേണ്ടിയാ. മഞ്ജു ഈ കല്യാണത്തിന് സമ്മതമല്ലാന്ന് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മഞ്ജു ഒരു മരമണ്ടിയാ.
ഇല്ലെങ്കിൽ സഞ്ജുവിനെ പോലൊരു നല്ല പയ്യന്റെ ആലോചന വേണ്ടെന്ന് വെക്കോ? സഞ്ജുവിനെ അവൾ അപമാനിച്ച് വിട്ടതിനെ ഞാൻ അവക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്. അവളങ്ങനെ ചെയ്തതിനെ ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങളോട് ഞാൻ എന്തിനാ ദേഷ്യം കാണിക്കുന്നു? അല്ലേലും മഞ്ജുവിന് കല്യാണത്തിന് സമ്മതമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ കാലത്ത് വീട്ടുകാര് പറഞ്ഞൊരു കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ ഇഷ്ടമൊന്നും ആരും അന്വേഷിക്കാറില്ല. ഇപ്പൊ കാലം മാറിയില്ല ശോഭനെ. പെൺകുട്ടികൾക്ക് സ്വന്തം ഇഷ്ടം പറയാനുള്ള അവകാശമുണ്ട്. ഇത് അവരുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ? അപ്പൊ തീരുമാനം അവര് തന്നെയാണ് എടുക്കേണ്ടത്. അല്ല പിന്നെ മഞ്ജുവിന് എന്ത് കുറവാണുള്ളത്? സർക്കാർ ജോലിയുള്ളൊരു മിടുക്കിയല്ലേ? സർക്കാർ ജോലി ഉണ്ടായിട്ട് എന്താ കാര്യം? ഗോപാൽജിയുടെ വീട്ടിലെ മരുമകളാകുന്നതല്ലേ അതിനേക്കാളും നല്ലത്. പിന്നെ മിടുക്കിന്റെ കാര്യമൊന്നും പറയണ്ട. ഒരു പടക്കം പൊട്ടിയ പേടിച്ച് തല ഇറങ്ങി വീഴും. കുട്ടിക്കാലം മുതലുള്ള അസുഖ. എന്തിനേതിനും പേടിയാ. ഇങ്ങനൊരു സൂക്കേടുകാരിയെ ആരും കെട്ടാൻ വരില്ലെന്നാ ഞാൻ വിചാരിച്ചത്. നമുക്ക് എല്ലാവർക്കും ഉള്ള സംഭവമല്ലേ ഈ പേടി. അവൾക്ക് സാധാരണക്കാരേക്കാൾ കുറച്ച് കൂടുതൽ പേടിയുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അത് സാരമില്ല. ഷോ, സഞ്ജയ്ക്ക് ഇത്രയും നല്ല മനസ്സുണ്ടെന്ന് മഞ്ജു കാണാതെ പോയല്ലോ. അതാണ് എന്റെ നിർഭാഗ്യം. ഞാൻ അവൾക്ക് ചേർന്ന ഒരാളാണെന്ന് മഞ്ജുവിന് തോന്നണ്ടേ? ശോഭനയോട് സത്യം പറയാമല്ലോ, ഞങ്ങൾക്കിപ്പോഴും മഞ്ജുവിനെ ഈ വീടിന്റെ മരുമകളാക്കാൻ താല്പര്യമുണ്ട്. അല്ല, ഇത്രയൊക്കെ നിങ്ങൾ അപമാനിച്ചിട്ടും പിന്നെ എന്തിനാണ് മഞ്ജുവിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഞ്ജയ്ക്ക് മഞ്ജുവിനേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടില്ലേ? കിട്ടുമായിരിക്കും ആന്റി. പക്ഷെ ആരെ കിട്ടിയാലും മഞ്ജുവിന് പകരം ആവില്ലല്ലോ. അവളോട് എനിക്കുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കുട്ടിക്കാലം മുതലേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അത് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഇവൻ എന്റെ അടുത്തൊന്നും മഞ്ജുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ എതിർത്തു. ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിനും നിലയ്ക്കും ചേർന്ന ഒരു കുടുംബമല്ല മഞ്ജുവിന്റെ എന്ന് എനിക്കും തോന്നി. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഇവന്റെ ഇഷ്ടത്തിനാണ് ഞാൻ വില കൊടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നാട്ടിൽ ഇവനെ കുറിച്ച് കുറച്ച് മോശം കഥകളൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊക്കെ ശോഭനയും കേട്ടിട്ടുണ്ടാവും. ആ ഒരു സാഹചര്യത്തില് ഇതിനേക്കാൾ നല്ലൊരു ആലോചന ഇവന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതിനായം ഇവൻ പുറത്തിങ്ങനെ ചിരിച്ചു കാണിക്കുന്നേ ഉള്ളൂ. ഉള്ളിലാകെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. മഞ്ജുവിന്റെ മനസ്സ് മാറ്റാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ ശോഭന എന്നെ സഹായിക്കണം. സഹായിക്കാം, പക്ഷേ അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഇങ്ങനെ സ്വന്തം കാര്യം സംസാരിക്കാൻ മടിയില്ലാത്തവരെയാണ് എനിക്കിഷ്ടം. ശോഭനയ്ക്ക് എന്താ വേണ്ടത്? കുറച്ച് കാശും പിന്നെ മഹേഷിന് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സഹായം. അതിനെന്താ? എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി. പിന്നെ ഒരു കാര്യം കൂടി. മഞ്ജു ഇത്ര വലിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരാൻ പോവുകയല്ലേ. അപ്പൊ പിന്നെ ആ പഴയ വീടിന്റെ മേലെ അവകാശം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മാധവേട്ടന്റെ വീടിന്റെ മേലെയുള്ള അവളുടെ അവകാശം ഞാൻ മഹേഷിന്റെ പേരിൽ എഴുതി വാങ്ങും. ആയിക്കോട്ടെ. ശ്രുതിയെ മഹേഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ, അവളവന്റെ മുറപ്പെണ്ണാണല്ലോ. അവരുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അവന് സ്വന്തമായിട്ടൊരു വീടെങ്കിലും വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ വീട് പണയത്തിലാ. എന്നാലും സ്വന്തമാണെന്ന് പറയാലോ. പണയത്തിലോ? മാധവേട്ടന് എന്തോ ആവശ്യത്തിന് സഹകരണ ബാങ്കിൽ പണയം വെച്ചതാ. ഇപ്പൊ ആ ലോണ് തിരിച്ചടയ്ക്കുന്ന മഞ്ജുവാ. അവളുടെ ശമ്പളം കൊണ്ട് ആ കട എപ്പ അടച്ചു തീരാനാണാവോ? അപ്പോ ശോഭനയുടെ ഡിമാൻഡുകളെല്ലാം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. പകരം ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയണം.
അത് ഞാൻ ഏറ്റു. മഞ്ജുനും മഹിമയ്ക്കും ഇപ്പോഴും സംശയ സഞ്ജയിനെ. സഞ്ജയ് നല്ലവനാണെന്ന് അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സഞ്ജയ്ക്ക് ഏറ്റവും വലിയ പാര ആ മഹിമയാ. മഞ്ജു വീട്ടിലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അവള് പറയുന്നതാ. അവളുടെ മനസ്സ് മാറ്റാതെ കല്യാണം നടക്കില്ല. മഹിമയ്ക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ വേണ്ടത് ഞാൻ ചെയ്തോളാം. കല്യാണം നടന്നു കഴിഞ്ഞാ എന്റെ കാര്യം മറക്കരുത് ഗോപാൽജി. ഗോപാൽജി പറയുന്ന വാക്ക് പാലിക്കുന്നവരാ. ശോഭന ധൈര്യമായിട്ട് നോക്കൂ. ഓ